അയോധ്യയിലെ ഹനുമാൻഗഡി ക്ഷേത്രത്തിന്റെ പടികളിൽ നിസ്കാരം നടത്താൻ സൗകര്യമൊരുക്കിയവർ ഇന്ന് ഭക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമെതിരെ ആഞ്ഞടിച്ച് യോഗി ആദിത്യനാഥ്. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമെതിരെ കടുത്ത വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തി. അയോധ്യയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അദ്ദേഹം രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇന്ന് ഭക്തിയെക്കുറിച്ച് സംസാരിക്കുന്നവർ പണ്ട് അയോധ്യയിലെ ഹനുമാൻഗഡി ക്ഷേത്രത്തിന്റെ പടികളിൽ നിസ്കാരം നടത്താൻ സൗകര്യമൊരുക്കിയവരാണെന്ന് യോഗി ആദിത്യനാഥ് ആരോപിച്ചു. കോൺഗ്രസിനോ സമാജ്വാദി പാർട്ടിക്കോ എന്നെങ്കിലും ഒരു മസ്ജിദിനുള്ളിൽ ഹനുമാൻ ചാലിസ പാരായണം സംഘടിപ്പിക്കാൻ സാധിക്കുമോ? പിന്നെന്തിനാണ് അവർ അയോധ്യയിൽ അങ്ങനെ ഒരു പാപം ചെയ്തത്? യോഗി ചോദിക്കുന്നു. 2003 മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി സർക്കാരിന്റെ കാലത്ത് ഹനുമാൻഗഡി ക്ഷേത്രത്തിന് സമീപം റംസാൻ പ്രാർത്ഥനകളും ഇഫ്താറും സംഘടിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന BJPയുടെ പഴയ ആരോപണത്തെ മുൻനിർത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. പ്രതിപക്ഷ പാർട്ടികൾ അയോധ്യയുടെ വികസനത്തെ എക്കാലത്തും എതിർത്തിരുന്നെന്നും വികസന പദ്ധതികളെ പരിഹസിച്ചിരുന്നതായും യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി. അയോധ്യയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം വരുമെന്ന് ആരും കരുതിയിരുന്നില്ല. വിമാനത്താവളത്തിന് മഹർഷി വാത്മീകിയുടെ പേര് നൽകിയതിൽ പോലും സമാജ്വാദി പാർട്ടി നേതാക്കൾക്ക് സന്തോഷമില്ലെന്ന് യോഗി പറഞ്ഞു. അയോധ്യയിലെ ക്രമക്കേടുകൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും കടന്നാക്രമിച്ചാണ് യോഗി സംസാരിച്ചത്. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സംഭാവനകളുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ നീതിയുക്തവും സ്വതന്ത്രവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതി ജൂലൈ 13 പരിഗണിക്കും. സുപ്രീം കോടതിയുടെ കോസ്റ്റ് ലിസ്റ്റ് അനുസരിച്ച് തിങ്കളാഴ്ച കോടതി നടപടികൾ പുനരാരംഭിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വി മോഹൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് കേസ് കേൾക്കും. CBI അന്വേഷണം, സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം, ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഓഡിറ്റുകൾ ഉൾപ്പെടെ സ്വതന്ത്ര സാമ്പത്തിക പരിശോധന എന്നിവ ആവശ്യപ്പെട്ടാണ് ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത്. സംഭാവനകളുടെ മോഷണം സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ വാദം കേൾക്കൽ. കേസിൽ 8 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ജൂലൈ 7 അയോധ്യ കോടതി അനുകൽപ് മിശ്ര, ലവകുഷ് മിശ്ര, കരുണേഷ് പാണ്ഡെ എന്നീ 3 പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി ഒരു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നേരത്തെ ജൂൺ 29 8 പ്രതികളെയും 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഹർജിക്കാരിൽ ഒരാളായ നരേന്ദ്രകുമാർ ഗോസ്വാമി ആരോപണ വിധേയമായ തട്ടിപ്പിൽ CBI അന്വേഷണം നടത്തണമെന്നും ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിഭാഷകരായ അജയ് കുമാർ റായ്, ദിനേശ് കുമാർ യാദവ് എന്നിവർ സമർപ്പിച്ച രണ്ടാമത്തെ ഹർജിയിൽ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ നടന്നതായി ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ക്രമക്കേടുകളും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അന്വേഷിക്കാൻ CBI നേതൃത്വത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. RJD MP സുധാകർ സിംഗ് സമർപ്പിച്ച 3ാമത്തെ ഹർജിയിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടത്തണമെന്നും ട്രസ്റ്റിന്റെ മുഴുവൻ സാമ്പത്തിക രേഖകളുടെയും ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നും ആവശ്യപ്പെടുന്നു. നേരത്തെ ജസ്റ്റിസ് BV നാഗരത്നയുടെ നേതൃത്വത്തിലുള്ള അവധിക്കാല ബെഞ്ച് കോടതി വീണ്ടും തുറന്നതിനു ശേഷം അടിയന്തര ലിസ്റ്റിംഗിനുള്ള വിഷയം പരാമർശിക്കാൻ ഹർജിക്കാരിൽ ഒരാളോട് ആവശ്യപ്പെട്ടിരുന്നു. പൊതു ജനതാൽപര്യം സംരക്ഷിക്കുന്നതിനും ദശലക്ഷക്കണക്കിന് ഭക്തരുടെയും ദാതാക്കളുടെയും വിശ്വാസം നിലനിർത്തുന്നതിനുമായി നിയന്ത്രണ മേൽനോട്ട ഓഡിറ്റ് സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ കേന്ദ്രത്തിനും ഉത്തർപ്രദേശ് സർക്കാരിനും ട്രസ്റ്റിനും നിർദ്ദേശം നൽകണമെന്ന് റായും യാദവും അവരുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണങ്ങൾ ആത്യന്തികമായി തെളിയിക്കപ്പെട്ടതാണെങ്കിലും ഇല്ലെങ്കിലും ഫണ്ട് നഷ്ടപ്പെടുമെന്ന റിപ്പോർട്ടുകൾ ഭക്തർക്കിടയിൽ വ്യാപകമായ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് ഹർജിയിൽ വാദിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്യാതെയോ സാധാരണ ക്രിമിനൽ കേസോ രജിസ്റ്റർ ചെയ്യാതെയാണ് സംസ്ഥാന സർക്കാരിന്റെ SIT അന്വേഷണം ആരംഭിച്ചതെന്ന് അവകാശപ്പെടുന്ന ഹർജിയിലും ഇത് ചോദ്യം ചെയ്യുന്നു. സങ്കീർണമായ സാമ്പത്തിക ക്രിമിനൽ അന്വേഷണങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഒരു പ്രൊഫഷണൽ ഏജൻസി ആരോപണങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കണമെന്ന് വാദിക്കുന്നു. അത്തരമൊരു അന്വേഷണം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് SIT നടത്തുന്ന അന്വേഷണത്തെക്കാൾ കൂടുതൽ പൊതുജന വിശ്വാസം പ്രചോദിപ്പിക്കുമെന്നും വാദിക്കുന്നു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രാമക്ഷേത്ര ട്രസ്റ്റിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ജൂൺ 13 ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ലക്നൌ ഡിവിഷണൽ കമ്മീഷൻ വിജയ് വിശ്വാസ് പത്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കിരൺ S, സ്പെഷ്യൽ സെക്രട്ടറി നീൽ രത്തൻ എന്നിവരാണ് പാനലിൽ ഉൾപ്പെടുന്നത്. ട്രസ്റ്റിന്റെ കാര്യങ്ങൾ വിശാലമായ അന്വേഷണവും സമഗ്രമായ സാമ്പത്തിക പരിശോധനയും ആവശ്യപ്പെടുന്ന 3 ഹർജികൾ സുപ്രീം കോടതി ഇനി പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.